കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ വന്നുകൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നെ കേൾക്കുന്നതായ ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ, നിൻ്റെ നല്ല മക്കളായി വളരത്തക്ക രീതിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അലട്ടുന്നതായ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. ഏറ്റവും സ്നേഹിതരായ വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസികളെ, ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്ക് ഏറ്റവും പരിചയമുള്ള യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 6-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം, 1 മുതൽ 8 വരെയുള്ള വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് യഹോവയുടെ, സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യവും നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും?
എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വളരെ സുപരിചിതമാണ് ഈ വേദഭാഗം. നമ്മുടെ ആരാധനയിലും നമ്മുടെ ധ്യാന പ്രസംഗങ്ങളിലുമെല്ലാം വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. യെശയ്യാവ് എന്ന ആ പേരിൻ്റെ അർത്ഥം സാൽവേഷൻ ഓഫ് യാഹ്വേ എന്നാണ്. യഹോവയുടെ രക്ഷ. പഴയ നിയമം പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവപുരുഷന്മാരാണ്. വലിയ പ്രവാചകന്മാരായി 4 പേരുണ്ട്. ചെറിയ പ്രവാചകന്മാർ 12 പേരാണ്. ഇത് വലിയ പ്രവാചകന്മാരിൽപ്പെട്ട ശ്രേഷ്ഠനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 66 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ 39 അധ്യായങ്ങൾ അധാർമികരും വിഗ്രഹാരതികളുമായ ജനങ്ങൾക്ക് വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും അവിടെ പ്രതിപാദിക്കുന്നത്. 40 മുതൽ 66 വരെയുള്ള 27 അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ രക്ഷാപ്രവർത്തനയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങൾ, ആദ്യത്തെ 1 മുതൽ 39 വരെയുള്ള പുസ്തകങ്ങളും അതേപോലെ തന്നെ 40 മുതൽ 66 വരെയുള്ള 27 പുസ്തകങ്ങളും. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ പുസ്തകത്തെ ഒരു കൊച്ചു ബൈബിളായിട്ടാണ് ഇതിനെ പലപ്പോഴും വിശദീകരിക്കാറുണ്ട്. കാരണം പഴയ നിയമങ്ങൾ 39 പുസ്തകമാണ്. 39 അധ്യായങ്ങൾ ആദ്യത്തെ ഒരു ഭാഗമായിട്ടും പുതിയ നിയമത്തെ കർത്താവിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ കൂടുതലായി സൂചനകൾ നൽകുന്ന അവസാനത്തെ 27 അധ്യായങ്ങൾ പുതിയ നിയമവുമായിട്ടുമൊക്കെ അതിനെ പലപ്പോഴും വിശകലനം ചെയ്യാറുണ്ട്. ഈ പുസ്തകത്തിൻ്റെ നമ്മൾ വായിച്ചു കേട്ട ആ വേദഭാഗത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഊസിയാവ് രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകനെ ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. യഹൂദിയിലെ രാജാവായിരുന്നു ഊസിയ രാജാവ്. 16-ാം വയസ്സിൽ രാജാവായി രാജ്യം ഭരിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. 52 സംവത്സരത്തോളം അദ്ദേഹം രാജ്യം ഭരിച്ചു. വളരെ കൃഷിപ്രിയനായിരുന്നു. മരുഭൂമികളിൽ കുളങ്ങളും തോടുകളും കെട്ടി സമ്പൽ സമൃദ്ധമായി തീരുവാൻ കൃഷിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മരുഭൂമികളിൽ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ അദ്ദേഹം പണിതു തീർത്തു. ദൈവത്തിൻ്റെ മുന്നിലും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലും ശ്രേഷ്ഠനായി തീർന്ന, അഭിമാനത്തോടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നതനായി തീർന്ന ഒരുവനായിരുന്നു ഊസിയ രാജാവ്. തൻ്റെ നേട്ടങ്ങളിലും തൻ്റെ പ്രവർത്തനങ്ങളിലും അഭിമാനവും അതിനോടൊപ്പം അല്പം അഹങ്കാരവും ചേർന്നപ്പോൾ അദ്ദേഹത്തിന് പുരോഹിതന്മാർ മാത്രം നിർവഹിച്ചിരുന്ന ധൂപാർപ്പണം നടത്തുവാനായിട്ട് അദ്ദേഹം ദേവാലയത്തിന് തയ്യാറായി. അത് തടഞ്ഞെങ്കിലും അദ്ദേഹം തനിക്കതിന് അധികാരമുണ്ട് എന്ന് ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം അതിന് വാദിച്ചു. അദ്ദേഹം ധൂപമർപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി എന്നാണ് വേദഭാഗത്ത് പറയുന്നത്. ആ കാലഘട്ടത്തിലെ രാജാവാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കുഷ്ഠം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവനാണ്. കുഷ്ഠരോഗികൾക്ക് മാത്രം ജീവിക്കുന്ന ആ ഏകാന്തവാസത്തിലേക്ക് എറിയപ്പെട്ടു പോകും എന്നുള്ളതാണ്. കുഷ്ഠരോഗത്തെ ചികിത്സിക്കുവാനുള്ള മരുന്നോ അല്ലെങ്കിൽ സഹായത്തിന് പോലും ഒരാളെ കിട്ടാത്തക്ക രീതിയിലുള്ള സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്.
അതേപോലെ തന്നെ കുഷ്ഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായും ദൈവത്തിൻ്റെ ശാപമായും ഒക്കെ ആ കാലഘട്ടത്തിൽ ജനം അതിനെ വിശ്വസിച്ചിരുന്നു, കണ്ടിരുന്നു എന്നുള്ളതാണ്. വളരെ ദയനീയമായി ഈ ഊസിയ രാജാവ് മരണമടയുകയാണ്. ഇത് യഹൂദയിലെ ജനത്തെ വളരെയധികം ചിന്തിപ്പിച്ചു, അവരെ വളരെയധികം വേദനിപ്പിച്ചു. കാരണം അയൽ രാജ്യങ്ങളും അയൽ സമൂഹങ്ങളും പ്രഭുക്കന്മാരുമെല്ലാം ഊസിയ രാജാവിനെയും യഹൂദയുടെ സമ്പൽ സമൃദ്ധിയെയും കണ്ട് അസൂയ പൂണ്ടവരായിരുന്നു. അവരുടെ സന്നിധിയിൽ ഊസിയ രാജാവ് എന്ന് പറയുന്നത് അവർക്കൊരു അഭിമാനമായിരുന്നു. ദൈവം അവർക്ക് നൽകിയൊരു ഗിഫ്റ്റായിട്ടാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ ദയനീയമായി ഊസിയ രാജാവ് മരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തിലേക്ക് വരുന്നത്. അത്രയും മിടുക്കനായ ഒരു രാജാവ് അവർക്കില്ല. ജനമെല്ലാം ദുഃഖിതനായി. അവർക്ക് യഹോവയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ദൈവിക സങ്കല്പങ്ങൾ തകർന്നുപോയി. എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ രാജാവിന് ഇത്രയധികം ഒരു വലിയ ശിക്ഷ ലഭിച്ചത്? പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ആരാധ്യ പുരുഷനായിരുന്നു ഊസിയ രാജാവ്. യുവജനങ്ങൾക്കെല്ലാം വളരെയധികം നിരാശയുണ്ടായി. അതിലൊരുവനായിരുന്നു യെശയ്യാവ് എന്ന് പറയുന്ന യുവാവ്. യഹോവ ഭക്തനായിരുന്നു. ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചതാണ്. എങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ദൈവം എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ ഊസിയാവിൻ്റെ മരണം ഉണ്ടായി എന്നുള്ളത് അവരെ വളരെയധികം ദുഃഖിപ്പിച്ചു. ഇത്രയും നാളും അവർക്ക് ദൈവസങ്കല്പത്തിലുണ്ടായിരുന്ന വിശ്വാസവും അറിവും ഒന്നും അവരുടെ സംശയങ്ങളെ തീർക്കുവാൻ മതിയാവുകയായിരുന്നില്ല. വലിയ പണ്ഡിതന്മാരോടും അറിവുള്ളവരോടും ഇതിനെക്കുറിച്ച് യെശയ്യാവ് ചോദിച്ചു. അവർക്കൊന്നും യെശയ്യാവിന് തൃപ്തികരമായൊരു മറുപടി നൽകുവാനായിട്ട് സാധിച്ചില്ല. എന്നും സമൂഹത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുമൊക്കെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാവാം. വളരെയധികം കഷ്ടപ്പെട്ടും അധ്വാനിക്കും ജീവിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. നമ്മൾ ഏറ്റവും ഏറെ സ്നേഹിക്കുന്നവർ നമ്മളെ വെറുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിരാശകളുണ്ടാകാം. വളരെയധികം പ്രതീക്ഷകളോടെയും താല്പര്യത്തോടുകൂടിയും പല തീരുമാനങ്ങളെടുക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നവരാരും കൂടെ നിൽക്കാത്ത തകർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ചിന്തകൾ നമ്മളിലുണ്ടാകാം. അങ്ങനെയുള്ളവരുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരിൽ നിന്നും പലപ്പോഴും വ്യത്യസ്തരല്ല നമ്മൾ ഓരോരുത്തരും. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ കണ്ടുമുട്ടാനായിട്ടിടയായി. ആ കുട്ടി ബാംഗ്ലൂർ നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. 2 വർഷം മുമ്പാണ്. വളരെ സ്വപ്നങ്ങളുമായി നഴ്സിങ്ങിന് പഠിക്കുവാൻ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് ഒരു പേഷ്യൻ്റ് വന്ന പേഷ്യൻ്റിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇഞ്ചക്ഷൻ കൊടുത്തതാണ്. പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ പരിചയക്കുറവുണ്ട്. എങ്കിലും പേഷ്യൻ്റെ അശ്രദ്ധ മൂലം കുത്തിവെച്ച സൂചി ആ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ദേഹത്ത് കൊണ്ടു. മുറിവുണ്ടായി എങ്കിലും ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ ചെയ്തൊക്കെ ചെയ്തു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പേഷ്യൻസിൻ്റെ ബ്ലഡ് പരിശോധിച്ചു. മറ്റെന്തെങ്കിലും രോഗം അദ്ദേഹത്തിനുണ്ടോ, എയ്ഡ്സോ പോലെയുള്ള മാരക രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത്. ആദ്യത്തെ ടെസ്റ്റിൽ ഒന്നും ലഭിച്ചില്ല. വീണ്ടും ടെസ്റ്റിന് അയച്ചപ്പോൾ ആ റിസൾട്ട് വന്നത് HIV പോസിറ്റീവായിട്ടാണ്. ആ കുട്ടിക്ക് തുടർന്ന് ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വീട്ടുകാരും സ്വന്തപ്പെട്ടവരും ആരും
തൻ്റെ നിരപരാധിത്വത്തെ അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടി കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, മറ്റുള്ളവരെന്നെ രക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും നിരാശയിൽ ജീവിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി, തൻ്റെ പ്രിയപ്പെട്ടവരാരും തൻ്റെ കൂടെ ഇല്ലാതെ തന്നെ ഒരു ശത്രുവിനെ പോലെ, കുറ്റവാളിയെപ്പോലെ ഇന്നും കാണുന്ന ഒരു ജീവിതം. വളരെ ചെറിയൊരു പ്രായത്തിൽ നിരാശയിലേക്ക് പോയ ഒരു ജീവിതം. പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഇത്തരത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ചില വേദനകളെ കണ്ട് പരിചയപ്പെടുമ്പോൾ നിസ്സാരമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരുന്നത്. പലപ്പോഴും ആശുപത്രികളിൽ രോഗികളായിട്ട് എത്തപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ രോഗിയെക്കാളും വളരെയധികം സ്നേഹിക്കുന്നതും ഹൃദയവേദന അനുഭവിക്കേണ്ടി വരുന്നതും പലപ്പോഴും കുടുംബാംഗങ്ങൾക്കാണ്. കുഞ്ഞുമക്കളുടെ പ്രയാസങ്ങൾ അവരുടെ ഗ്രാൻഡ് പേരൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എത്രയധികം വേദനകളാണ്. ഓരോ ദിവസവും പത്രങ്ങളാലും മാധ്യമങ്ങളിലാലും എല്ലാം കേൾക്കുന്നത് വേദനകളുടെയും ദുഃഖത്തിൻ്റെയും ആത്മഹത്യകളുടെയും പെട്ടെന്നുണ്ടാവുന്ന അപകടത്തിൻ്റെയും ഒക്കെ വാർത്തകളാണ്. നമ്മളും ഈ തിരക്കേറിയ ഈ ഒരു ജീവിതത്തിൽ അന്യരല്ല എന്നുള്ളത് നല്ല ബോധ്യം നമുക്കുണ്ട്. എൻ്റെ ഒരു ജീവിതത്തിലുണ്ടാകുന്ന വേദനയിൽ എനിക്കാരാണ് ആശ്രയമുള്ളത്? എൻ്റെ പണം കൊണ്ടോ, എൻ്റെ അധികാരം കൊണ്ടോ, എൻ്റെ വിശ്വാസം കൊണ്ടോ, എൻ്റെ സംഘബലം കൊണ്ടോ എനിക്ക് പൂർണ്ണ സുരക്ഷിതത്വം നേടുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ചിലതെല്ലാം നമുക്ക് താൽക്കാലികമായ സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും പൂർണ്ണ സുരക്ഷിതരല്ല എന്നുള്ള ചിന്തകൾ, അനുഭവങ്ങൾ നമ്മുടെ അനുദിന ജീവിത പരിചയം കൊണ്ട് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഊസിയ രാജാവിൻ്റെ മരണം ഒരു രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലേക്കും വേദനത്തിലേക്കും കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ യുവാവായ യെശയ്യാവ് ആ ദുഃഖത്തെയും വേദനയെയും തൻ്റെ വേദനയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കിന്ന് ധ്യാനിക്കുവാനായിട്ടുള്ളത്. ആരും തൃപ്തി നൽകാത്ത മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക് കാരണമായി ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു വേദന ദിവസങ്ങളോളം നിലനിന്നപ്പോൾ യെശയ്യാവ് പോയ ദേവാലയത്തിലേക്കാണ്. എന്തുകൊണ്ട് ഊസിയാവിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരേ ഒരാൾ മാത്രമേ ഇതിന് മറുപടി നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിന് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിനുണ്ടായത്. ശൂന്യമായി കടന്ന ആ ദേവാലയത്തിനുള്ളിലേക്ക് യെശയ്യാവ് ചെന്ന് അവിടെ മുട്ടുകുത്തി യഹോവയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇതിനൊരു ഉത്തരം ലഭിച്ചേ പറ്റൂ. നിനക്ക് മാത്രമേ ഇതിനൊരു ഉത്തരം എനിക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ആത്മീയതയുടെയും രോഗശാന്തിയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയൊക്കെ പലപ്പോഴും അടയാളങ്ങളായിട്ട് നമ്മൾ കാണുന്നത് വലിയ ജനസമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അവിടെയാണ് ദൈവസാന്നിധ്യത്തെയും ദൈവശക്തിയൊക്കെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. ഇവിടെ യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകന്മാരിൽ മുഖ്യനായ യെശയ്യാ പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുന്ന ഒരു സംഭവമാണ്, ഒരു വലിയൊരു ദർശനമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടതായ ഈ വിശുദ്ധ വേദഭാഗം എന്ന് പറയുന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയുണ്ട്. പലപ്പോഴും ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴും പലർക്കും മറ്റു പല വഴികളാണ് ഉള്ളത്. ചിലർ മദ്യത്തിനും ലഹരിക്കുമായിട്ട് തിരിഞ്ഞു പോകും. ചില ആളുകൾ വീട് വിട്ട് അന്യദേശങ്ങളിലേക്ക് പോകും. മറ്റു ചില ആളുകൾ കൂട്ടുകാരുമായിട്ട് ചേർന്ന് മറ്റു പല വഴികൾ തേടിപ്പോകുന്നു. ചില ആളുകൾ ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നു. ഇവിടെ യെശയ്യാവ് ദുഃഖവും വേദനയും വന്നപ്പോൾ അവനെ ദേവാലയത്തിലേക്ക് നയിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താണ്? എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഇതിൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്.
അവൻ്റെ കുടുംബാംഗങ്ങളാണ്. ചെറുപ്പം മുതലേ അവൻ കണ്ടിട്ടുണ്ട് അവൻ്റെ മാതാപിതാക്കളുടെ വേദനയിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും ലഭിക്കുവാൻ ദേവാലയത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ചെറുപ്പം കൊണ്ട് കണ്ടു വളർന്നവനാണ് യെശയ്യാ പ്രവാചകൻ. ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിലേക്ക് ഓടിയെത്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ല മാതൃകകളെ നൽകുവാനായിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് സാധിക്കണം. വലിയ അറിവുകളോ വലിയ വലിയ പുസ്തകങ്ങളോ മാത്രമല്ല, മാതൃകകളാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത്. ഇന്ന് വലിയ മാതൃകകളുള്ളവരാണ് എന്ന് കാണുന്ന ആത്മീയ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള പലരും ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നു വീഴുകയാണ്. അഴിമതിയുടെ പേരിലും മറ്റ് അസന്മാർഗിക ജീവിതത്തിന്റെ പേരിലുമെല്ലാം നല്ല മാതൃകകളെ കാണാൻ ഇന്ന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ യുവജനങ്ങളുടെ ജീവിത പരാജയം എന്ന് പറയുന്നത്. മുടിയനായ ഒരു പുത്രന്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു മകൻ പിതാവിന്റെ കുടുംബം വിട്ടു പോവുകയാണ്. തനിക്കുള്ളതെല്ലാം വിറ്റ് കൂടുതൽ സമ്പന്നനാകുവാനായി എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി പന്നികളുടെ കൂടെ ജീവിച്ച് വീണ്ടും തിരിച്ച് അവനവന്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉപമ അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവന്റെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്? അവന്റെ മാതാപിതാക്കളാണ്. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്നെ സ്വീകരിക്കുവാൻ കഴിയുന്ന മനസ്സുള്ള എൻ്റെ മാതാപിതാക്കളുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായത് അവൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെയാണ്. ഏത് നഷ്ടമുണ്ടാകുമ്പോഴും ദാരിദ്ര്യമുണ്ടാകുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ നിന്ന് മാത്രമാണ് രക്ഷ എന്നുള്ളതാണ് അവരുടെ ജീവിതം. ഒരു 50 കൊല്ലങ്ങൾക്ക് പുറകിലേക്ക് നോക്കിയാൽ അന്ന് ജീവിച്ചിരുന്ന മാതാപിതാക്കൾക്കെല്ലാം അവരുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ഒരു കന്നാലിയെ വളർത്തിയാലും ഒരു കൃഷി ചെയ്താലും അത് ദൈവം സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ വില കൂടി വാങ്ങുന്ന വലിയ ശക്തമായ കീടനാശിനികളൊന്നും അവർക്കന്ന് സംരക്ഷണം നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ക്രൂരമായ കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ തക്ക രീതിയിൽ വലിയ കോട്ട മതിലുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ദൈവം സംരക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഈ വിശ്വാസമാണ് യെശയ്യാവിനെ ദേവാലയത്തിലേക്ക് എത്തിക്കുന്നത്. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെ സമർപ്പിച്ച് യെശയ്യാവ് അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ സംശയങ്ങളെല്ലാം ദൈവത്തോട് ചോദിച്ച് വാദിക്കുന്ന ഒരു വക്കീലിനെ പോലെ ആയിരുന്നില്ല. ദൈവത്തിന് ഇതിന് പറയുവാനുള്ള മറുപടി എന്താണെന്ന് ശാന്തമായി കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു, അനുതാപത്തോടെ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് ആ ദേവാലയത്തിൽ യെശയ്യാവ് ഇരുന്ന് പ്രാർത്ഥിച്ചത്. നമുക്കൊരു പാട്ട് പാടാം. സ്രാപ്പികളെ കണ്ടേശായ ഹല്ലേലൂയ ഹല്ലേലൂയ ബെസ്കുദിശായിൽ നിൻ മുമ്പിൽ ചിറകുകളാറുള്ളവരായി ഹല്ലേലൂയ ഹല്ലേലൂയ
ഈ പാട്ട് നമുക്ക് വളരെ പരിചയമാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പാടുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. യെശയ്യാ പ്രവാചകന് ലഭിച്ച ഈ ദർശനത്തെ അനുസ്മരിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണിത്. 6-ാം അധ്യായത്തിൽ നമ്മൊന്ന് വായിച്ചു കേട്ട ആ വേദഭാഗത്തെ പാട്ടുകളായിട്ട് കാവ്യരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒന്നാണത്. ഈ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ ദർശനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ചില ചിന്തകൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുക. ഒന്ന്, ദൈവമഹത്വ ദർശനം തെറ്റായ വിശ്വാസം, കാഴ്ചപ്പാടുകളെ നീക്കി ദൈവിക സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ദൈവമഹത്വ ദർശനം നമ്മുടെ കാഴ്ചപ്പാടുകളെ നീക്കി ദൈവിക സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സത്യം എന്ന് പറയുന്നത് ഇന്നും വളരെ വിവാദപരമായ ഒരു വാക്കാണ്. പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവിനോട്, എന്താണ് സത്യം? ഞാൻ ഈ അടുത്തിടെ പരിചയപ്പെട്ട ഒരു കുടുംബമുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹം മോചനം ലഭിച്ച ഒരു നല്ല ഒരു യുവാവ്. അദ്ദേഹത്തിന് രണ്ടാമതൊരു വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. വിവാഹം കഴിച്ച് അവര് കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് രണ്ടാമത് ലഭിച്ച പെൺകുട്ടിക്ക് ഒരു ജോലി ലഭിക്കുന്നത്. അവർക്ക് പ്രായം 40 വയസ്സോളം എടുക്കാറായി. കുഞ്ഞുങ്ങളില്ല. ഒരു കുഞ്ഞ് ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഈ യുവാവിനെ വീണ്ടും വിവാഹം കഴിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഭാര്യ പറയുകയാണ്, നമുക്ക് പണമാണ് അപ്പോൾ ആവശ്യം, അതിനാൽ വിദേശത്തേക്ക് ജോലിക്ക് പോവാൻ എന്നെ അനുവദിക്കണം. ഭർത്താവ് പറയുകയാണ്, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്, എനിക്കൊരു കുഞ്ഞാണ് ആവശ്യം. ആര് പറയുന്നതാണ് സത്യം? പലപ്പോഴും മനസാക്ഷി എന്ന് പറയുന്നതും മനസംതൃപ്തി എന്ന് പറയുന്നതും 2 വാക്കുകളുണ്ട്. മനസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും സത്യമാണെന്ന് നമ്മൾ കരുതുകയാണ്. മനസാക്ഷിക്ക് ചേരുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ജോസഫിന്റെയും മേരിയുടെയും ചരിത്രം നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കുന്നുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വീകരിക്കണമെന്ന് ദൈവദൂതൻ നീതിമാനായ ജോസഫിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ദൈവത്തിന്റെ നീതി എന്താണെന്ന് ജോസഫിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഒരു അശുദ്ധിയിൽ വീഴാതെ ജീവിച്ചിട്ടും ഒരു ഗർഭിണിയായ സ്ത്രീയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിന്റെ മുന്നില് അതൊരു അനീതിയും തെറ്റും പാവുമാണ്. ജോസഫ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇതിൽ എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടത്? എൻ്റെ മനസാക്ഷിക്കും ഇന്നുവരെയുള്ള ജീവിതത്തിനും ഈ ഒരു തീരുമാനത്തെ എനിക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ജോസഫ് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ശരിയായ ബോധ്യം നൽകി. സത്യദർശനം പലപ്പോഴും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അത് ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ചരിത്രത്തിന്റെ ആദ്യ നാളുകളിൽ പറയുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ക്രൂരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. താൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോഴും തൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ലജ്ജയുണ്ടായിരുന്നു, ഒരു കുറ്റബോധമുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഈ ഒരു ചിന്തയാണ് ഉള്ള മറുപടിയായിരുന്നു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ദർശനം. പൗലോസ്
അന്നായ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദർശനമായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവദർശനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ എത്ര സമയം, എത്ര ദിവസം കാത്തിരിക്കുന്നുണ്ട്, എത്ര സമയം അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മെ ഒന്ന് ഈ ദിവസം, ഈ നേരം നമ്മളെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയവേദനകളുമായി വന്ന് മുട്ടി കുത്തിയാൽ നിശ്ചയമായും ഉറപ്പ് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈലൊക്കെ ഉപയോഗിച്ച് എളുപ്പം പല കാര്യങ്ങളും നേടിയെടുക്കുന്ന, അറിയുന്ന ഇന്റർനെറ്റ് പോലെയുള്ള വലിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തോടുള്ള സമീപനവും നമുക്ക് തന്നെയാണ്. നമുക്ക് സമയമില്ല. ദൈവം എത്രയും വേഗം എനിക്ക് ഉത്തരം തരണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ എനിക്ക് ചിലതെല്ലാം ചെയ്തു തരുവാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു എളുപ്പ വഴിയാണോ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? യെശയ്യാവിന്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയവേദനയ്ക്ക് ദൈവം ഉത്തരം നൽകി എന്നുള്ളതാണ്. പുരോഹിതന്മാരൊക്കെ ഈ ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥര് ഒരു പായയും ഒക്കെ ഇട്ടുതരും. പുരോഹിതൻ ആ പായയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുന്നിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് പോലും ദൈവം സൂക്ഷ്മമായി കേൾക്കുന്നു, ദൈവം അറിയുന്നു എന്ന ചിന്ത പോലും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ടോ എന്നുള്ള സംശയത്തോടെ മാത്രമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നിർത്തി പലപ്പോഴും നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറഞ്ഞ ഒരു ലിസ്റ്റായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഒരു വ്യക്തതയില്ലാതെയായി തീർന്നിരിക്കുന്നു. ഇവിടെ യെശയ്യാവിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ വ്യക്തമായ തൻ്റെ ഉദ്ദേശം അറിയാമായിരുന്നു. ദൈവസന്നിധിയിൽ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് യെശയ്യാവിന് അറിയാമായിരുന്നു. ഞങ്ങളുടെ രാജാവ് മരിച്ചിരിക്കുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു നേതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം അതിന് ദർശനം നൽകിയാണ്. 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഇതായിരുന്നു പ്രവാചകൻ കാണുന്ന ദർശനം. ഒരു ചിന്തകൻ പറയുന്നത്, when he lost his human hero, he found his divine hero എന്നാണ്. നേതാവെന്ന് കരുതിയിരുന്ന വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തെ നേതാവായി അവന് ലഭിച്ചു എന്നാണ് പറയുന്നത്. താൽക്കാലികമാണ് മാനുഷിക നേതാക്കന്മാർ, എന്നാൽ ദൈവമോ നിത്യ നേതാവാണ്. അതായത് ദൈവിക ദർശനം ലഭിച്ചപ്പോൾ യെശയ്യാവിന്റെ നിരാശ മാറി സന്തോഷമാ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ദൈവദർശനത്തിലാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ താഴ്മയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുവന് ദൈവം മറുപടി നൽകും എന്നുള്ള ഉറപ്പാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ഒരു തിരിച്ചറിവിലൂടെ
ആ ഒരു ദർശനത്തിലൂടെ ദൈവത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റി ദൈവ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ദൈവം നൽകുന്ന ഉത്തരങ്ങൾ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മറുപടികളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ മാത്രമേ പലപ്പോഴും നമുക്ക് കഴിയുന്നുള്ളൂ. ഞാൻ അറിയുന്ന ഒരു പിതാവിനും മാതാവിനും 3 പെൺമക്കളുണ്ട്. അദ്ദേഹം വികലാംഗനാണ്. അദ്ദേഹത്തിന് ജോലി ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഒരു പെൺകുഞ്ഞിനെ തന്നെ വിവാഹം ചെയ്ത് വിടുവാനായിട്ട് അദ്ദേഹത്തിന് പ്രാപ്തിയില്ല. ഒരു ദിവസം 2 നേരം സുഭിക്ഷമായിട്ട് കഴിക്കുവാൻ പോലും അദ്ദേഹത്തിന്റെ വീട്ടില് വരുമാനമില്ല. എങ്ങനെ ഈ 3 പെൺമക്കളെ വിവാഹം ചെയ്തു വിടും? എന്ത് ചെയ്യും? ആര് സഹായിക്കും? അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ അയക്കും? ഒരു ചെറിയ പെട്ടിക്കട പോലെയുള്ള ഒരു കടയുടെ ഏക വരുമാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. 3 മക്കളും പഠിച്ചു. ഇന്ന് അവരൊക്കെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ന്യൂസിലാൻഡിലും ഒക്കെയാണ്. ഇന്ന് ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബമാണ് അവർ. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദർശനം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് സാമൂഹികമായ നമ്മുടെ വിലയിരുത്തലിലൂടെ നമുക്കൊരിക്കലും തിരിച്ചറിയുവാനായിട്ട് സാധിക്കില്ല. ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാനുള്ള ഒന്നാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, പ്രയാസമുണ്ടായി എന്നുള്ള ചിന്തയും വിചാരങ്ങളും ഒക്കെ മാനുഷികം മാത്രമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. എന്നാൽ അതിന് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ആ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മറുപടിക്ക് മാത്രമേ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് തൃപ്തി ലഭിക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായിട്ട്, ദൈവമഹത്വ ദർശനം സ്വയം നമ്മെ കാണുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ദൈവമഹത്വ ദർശനം സ്വയം നമ്മെ കാണുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സ്ലീബാ നോമ്പിന്റെ ദിനങ്ങളാണ്. 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നോമ്പിന്റെ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും അതിനോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. വൈദികരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനികളൊക്കെ മാത്രം നോക്കുന്ന ഒന്നാണത് എന്ന് ചിലർ അതിനെക്കുറിച്ച് കാണുന്നു. ചിലർ പറയുന്നു, ഇപ്പോഴത്തെ ദിവസങ്ങളിലോ സാഹചര്യങ്ങളിലോ ഒന്നും എനിക്കതിന് സാധിക്കില്ല, അതിനാൽ ഇനിയും അടുത്ത വർഷം നോമ്പുണ്ടാവും, ആ ദിവസങ്ങളിൽ നോക്കാം എന്ന് നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണും. ഇല്ലെങ്കിൽ മറ്റ് ചില കഴിവുകൾ പറഞ്ഞ് അതിനെ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നു. ഞാൻ ഒരു അമ്മച്ചിയെ കണ്ടപ്പോൾ ആ അമ്മച്ചി എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് സുഖമില്ലാത്തതിനാൽ എനിക്ക് മീൻ എന്നും കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം മീൻ കഴിച്ചില്ല എങ്കിൽ എൻ്റെ മരുന്നുകളും എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് നോമ്പ് നോക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ എനിക്ക് ഭക്ഷണം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് വളരെ ചെറുപ്പത്തിൽ പോലും രോഗികളായി തീരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നോമ്പ് നോക്കാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത ആളുകൾ, ഒന്ന് കുമ്പിടുവാൻ പോലും കാലുകൾക്കും കൈകൾക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യവും സമയവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനും നോമ്പ് നോക്കുന്നതിനും നമ്മൾ എത്രമാത്രം ഉത്സാഹിതരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബ സാഹചര്യങ്ങളാണ്, കുടുംബ മാതൃകകളാണ് നോമ്പും പ്രാർത്ഥനകളിലുമൊക്കെ വളരുവാൻ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നത്. സഭയും വൈദികരും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട കണ്ണികളാണെങ്കിൽ തന്നെയും കുടുംബാരാധന നഷ്ടപ്പെട്ട ഒരു ഭവനത്തിൽ വരുന്ന ഒരു കുഞ്ഞിന് പള്ളിയിൽ ശാന്തമായി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കില്ല. അവൻ ആരാധനയുടെ ദീർഘമായ സമയം അവനെപ്പോഴും ശല്യവും ബുദ്ധിമുട്ടുമായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതൃക ഉള്ള മാതാപിതാക്കളായി വളരുവാനും കുടുംബാംഗങ്ങളായിട്ട് വളരുവാനും നമുക്ക് സാധിക്കണം. പള്ളിയിൽ ഏതെങ്കിലും സമയത്ത് വന്ന് പൈസയിട്ട് കൈമുത്തി പോകുന്നത് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു ധനവാനായ മനുഷ്യൻ എത്തിയിട്ട് പറയുകയാണ്, എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനാൽ എന്നെ സഹായിക്കണം. സന്യാസി ആ ധനികനായ മനുഷ്യനോട് പറഞ്ഞു, 10 ദിവസത്തേക്ക് പച്ച കളറല്ലാതെ ഒന്നും നിന്റെ കണ്ണുകൾ കാണാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സമാനമായ ഭവനത്തിലേക്ക് ചെന്ന് കൊട്ടാരം മുഴുവൻ പച്ച പെയിന്റ് അടിക്കുകയാണ്. പാത്രങ്ങളും ജോലിക്കാരായിട്ടുള്ള ആളുകളുടെ വസ്ത്രങ്ങളും എല്ലാം പച്ച കളറാണ്. തറയും വിധിയും പൂക്കളും എല്ലാം പച്ച കളറാണ്. ഒരിക്കൽ ഈ സന്യാസി ധനവാനായ മനുഷ്യന്റെ ഭവനത്തിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഗേറ്റ് കടന്നു വന്ന ഉടൻ തന്നെ ജോലിക്കാർ വലിയൊരു കുടത്തിൽ പച്ച പെയിന്റ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിലും മുഖത്തും ശരീരത്തിലും എല്ലാം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. ഞങ്ങളുടെ യജമാനെ പച്ച കളർ മാത്രമേ കാണാൻ സാധിക്കൂ. പരാതിപ്പെടാതെ ആ സന്യാസി യജമാനെ ചെന്ന് കാണുന്നു. എങ്ങനെയുണ്ട്, നിന്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കൂടിയിരിക്കുന്നു, പഴയതുപോലെ കാണാനും മനസ്സിലാക്കുവാനും എനിക്കിന്ന് സാധിക്കുന്നു എന്ന് സന്തോഷത്തോടെ ആ ധനവാൻ പറയുമ്പോൾ സന്യാസി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയധികം ചെലവേറിയ ഒരു രീതി നിനക്ക് ആവശ്യമായിരുന്നോ? ഒരു പച്ച കണ്ണാടി വാങ്ങിച്ച് കണ്ണിൽ വെച്ചാൽ മതിയായിരുന്നല്ലോ, നീ നോക്കുന്നതെല്ലാം പച്ചയായി കാണുവാൻ. നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. നമ്മുടേതായ ചില തീരുമാനങ്ങൾ മാത്രം ശരിയെന്നുള്ള വിശ്വാസത്തിലും ഉറച്ച തീരുമാനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ കാലിടറുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇവിടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തപ്പെടേണ്ടതായിട്ട് ആവശ്യമാണ്. ഈ നോമ്പും ഈ നോമ്പിൻ്റെ ദിനങ്ങളെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളെ തിരുത്തപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്ന വിശുദ്ധ ദിനങ്ങളാണ്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ അറിവിനോ നൽകാത്ത ചിലത് ദൈവത്തിന് നമ്മെ കാണിച്ചു തരുവാനുണ്ട് എന്നുള്ള വിശ്വാസമാണ്, ഒരുക്കമാണ്, ജീവിത മാറ്റങ്ങൾക്ക് തയ്യാറാകുന്ന ഒരു മനസ്സാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ സഭാ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇന്ന് വളർന്നു വരുന്ന ആധുനിക തലമുറകൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ആ ചിന്തിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെ മറുപടി കൂടി കണ്ടെത്തുവാനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും നമുക്ക് തന്നെ കടമയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നവീകരണ പ്രസ്ഥാനങ്ങളെല്ലാം പലപ്പോഴും സഭയുടെ വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സഭയ്ക്കും സഭയുടെ പിതാക്കന്മാർക്കും അതിനൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് സാധിക്കണം. അതിനുള്ള ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. അത് അറിയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്, നമ്മുടെ ബോധ്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അടുത്തിടെ ഒരു മുസ്ലിം യുവാവിനെ കണ്ടുമുട്ടി. അദ്ദേഹം രാഷ്ട്രീയത്തിലും സമൂഹത്തിലുമൊക്കെ വലിയ വില്ലാളി വീരനായി ജീവിച്ച ഒരു മനുഷ്യനാണ്.
ഒരു ദിനം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസറാണ്. അദ്ദേഹം വെല്ലൂർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി. അങ്ങനെ ചികിത്സ തുടർന്നു പോകുമ്പോൾ ഡോക്ടർ പറയുകയാണ്, മരുന്നെടുക്കത്തക്ക രീതിയിലുള്ള ആരോഗ്യസ്ഥിതി പോലും നിങ്ങൾക്കില്ല. അതിനാൽ നിങ്ങൾക്ക് അധികം നാൾ നിങ്ങൾ ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകുമെന്ന്. അദ്ദേഹം ആ കട്ടലിൽ കിടന്ന് കണ്ണുനീരോടെ, ദുഃഖത്തോടെ, വിഷമത്തോടെ ആ കട്ടിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടത് ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോയാണ്. താൻ കിടക്കുന്ന മുറിയുടെ ഭിത്തിയിൽ കിടക്കുന്നതായിട്ട് കണ്ടത്. അവിടെ നോക്കി, ക്രിസ്തുദേവായി എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ഭാര്യയും 2 കുഞ്ഞു മക്കളെയും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ സംരക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ സുഖപ്പെട്ടു. അദ്ദേഹം ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ക്യാൻസറോ മാരകമായിട്ടുള്ള ഒരു രോഗമോ എൻ്റെ ജീവിതത്തിലേക്ക് വരണമോ ദൈവത്തോട് അടുത്ത് വരുവാൻ. ഒരു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുവാനായിട്ട് പഠിക്കുന്നത്. മധുരമിടാത്ത ചായ കുടിക്കാനും ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും നമ്മുടെ സമയവും പണവും എല്ലാം നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് നമ്മൾ പഠിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണോ ദൈവത്തിലേക്ക് തിരിയേണ്ടത്, ദൈവത്തെ അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. നമുക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് പ്രയാസങ്ങളിൽ പോലും ദുഃഖങ്ങളിൽ പോലും നമ്മളെ ശക്തീകരിക്കുന്നത് എന്ന് പറയുന്നത്. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. ചെറുപ്പം മുതലുള്ള അവൻ്റെ ജീവിതവും വിശ്വാസവുമാണ് അവൻ്റെ പ്രയാസങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. ദൈവസന്നിധിയിലെത്തിയപ്പോഴുള്ള അവൻ്റെ ആശ്രയബോധമാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവനെ സഹായിച്ചത്. ഇവിടെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ യെശയ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുകയാണ്, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാമത്തെ ചിന്തയായിട്ട് നമ്മൾ എടുത്തത് ദൈവദർശനം സ്വയം നമ്മെ കാണുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൈവദർശനം അദ്ദേഹത്തിനുണ്ടായപ്പോൾ താൻ അശുദ്ധനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. യുവാവായ ഒരു യെശയ്യാവിനെ സംബന്ധിച്ച് എന്ത് അശുദ്ധിയാണ് അദ്ദേഹത്തിനുള്ളത്? മോഷ്ടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന ജീവിത രീതിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല. ഒന്ന്, സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്ത് ജീവിക്കുന്നു, മാതാപിതാക്കളുടെ വിശ്വാസമുള്ള മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്നു, വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിലുണ്ടായ ഒരു രാജാവിൻ്റെ മരണം തന്നെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ നോക്കിയാൽ കാണുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നു, ദൈവദർശനം ലഭിച്ചപ്പോൾ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനമാണ് നമ്മുടെ കുറവുകളെ, നമ്മുടെ വിശുദ്ധിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ, നോമ്പ് നോൽക്കുന്നവരാകുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് വളരുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനെ പോലെയുള്ള വിശുദ്ധന്മാര് എങ്ങനെ അവർ ദൈവസന്നിധിയിൽ ഇത്രയധികം വിശുദ്ധന്മാരായി എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലെ തന്നെ സഭയിലെ ചെറുപ്പത്തിൽ മാമോദീസ മുക്കി സഭാ മാതാപിതാക്കളെ ഏൽപ്പിച്ചതാണ് പരിമല തിരുമേനിയും. അന്ന് മുതൽ തിരുമേനി ദൈവത്തോട് പ്രാർത്ഥിച്ചും നോമ്പ് നോക്കിയും ഉപവസിച്ചും
ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ്, ആത്മീയമായി വളർന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളും ബാല്യത്തിലെ മാമോദീസ മുഖ്യ നമ്മുടെ മാതാപിതാക്കളെ സഭയെ ഏൽപ്പിച്ചതാണ് നമ്മളെ ഓരോരുത്തരെയും. എത്ര ദിവസം നമ്മൾ പ്രാർത്ഥനയിൽ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്, എത്ര ദിവസം നമ്മൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമ്മൾ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശുദ്ധിയിലേക്ക് വളരേണ്ടതായ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ആത്മീയ വിശുദ്ധിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മളെ അഭിമാനമുള്ളവരാക്കി തീർക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്തുകളും പലതും നേടാൻ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ പരിശ്രമം കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതായിരിക്കാം. എന്നാൽ ആത്മീയമായി നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ട്. 19-20 വയസ്സാവുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചോ യുവാതിയെ സംബന്ധിച്ചോ അവൻ്റെ ശരീര വളർച്ച ഏകദേശം പൂർത്തിയായി. ഇനി അവൻ്റെ ശരീരത്തിന് പൊക്കമോ മുഖച്ചായിക്ക് വലിയ വ്യത്യാസങ്ങളോ ഒന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഇതേപോലെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെയധികം വളരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീര വളർച്ച തീർന്നു എന്നുള്ളതല്ല, ആത്മീയമായ വളർച്ച നമ്മുടെ മരണം വരെയും അതിനൊരു വളർച്ചയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ വിശുദ്ധി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരണം. നമ്മൾ വിശുദ്ധിയിലേക്ക് വളരുന്നതിൻ്റെ നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാവരുത്, ദുഃഖിക്കുന്നവരുടെയും പ്രയാസം അനുഭവിക്കുന്നവർക്കും വേണ്ടി. വലിയ മഠമോ സമ്പത്തോ ഒന്നും നൽകി സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത ദർശനം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വലിയ കള്ളന്മാരൊന്നും ആയിരിക്കില്ല, വലിയ വ്യഭിചാര കുറ്റത്തിനൊന്നും ജയിലിൽ കിടന്നവരാരുമല്ല നമ്മൾ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്കും ഇനിയും നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ കുറവുകളെ ദൈവം തന്നെ തിരുത്തുവാനും മാറ്റുവാനും ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കും എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ 1 കോരിന്തർ 9:1 ഇപ്രകാരം പറയുന്നു: ഞാൻ അപ്പോസ്തലനല്ലയോ, യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. ഒരു ധിക്കാരം നിറഞ്ഞ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. എന്നാൽ 1:15 പറയുന്നു: ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലയോ. എഫേസ്യ ലേഖനം 3:8 പറയുന്നു: സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനല്ലയോ ഞാൻ. 1 തീമോത്തിയോസ് 1:15 പറയുന്നു: പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ് പൗലോസ് അപ്പോസ്തലൻ. ആത്മീയമായി നമ്മൾ വളരുന്നവരും നമ്മുടെ പാപബോധം നമ്മളിൽ ഉണ്ടാകുന്നു. വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നു. ആത്മീയതയിൽ വളരുന്നതനുസരിച്ച് നമ്മിൽ പാപബോധവും വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മിൽ കൂടുതൽ വിനയവും താഴ്മയും നമ്മളിൽ ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത് പ്രകാരമാണ്: ഏറ്റവും പാപിയായ മനുഷ്യനെ ദൈവം തെരഞ്ഞു വരികയായിരുന്നു, ഒടുവിൽ അസീസിലെ ഫ്രാൻസിനെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. നമ്മൾ വിശുദ്ധരായി തീരുന്നത് നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പണം കൊണ്ടും നല്ല കുടുംബ ബന്ധങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും സുരക്ഷിതമാണെങ്കിലും
ദൈവസന്നിധിയിൽ ആത്മീയമായി നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ജോസഫിനെയും മേരിയെയും അതേപോലെ തന്നെ സ്നാപക യോഹന്നാനെയും മദർ തെരേസയും പോലെയുള്ള ആളുകൾ ഈ ലോകത്തിൽ ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ ആത്മീയമായ പുണ്യമാണ്. എന്നും ഈ സമൂഹത്തിനും സഭയ്ക്കും വേണ്ടത് ആത്മീയമായ പുരോഗതിയിലേക്ക് വളരുന്ന മാതാപിതാക്കളെയാണ്, വ്യക്തിത്വങ്ങളെയാണ്. അവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും. യെശയ്യാ പ്രവാചകൻ ഒരു യുവാവായിരുന്നപ്പോൾ ദൈവദർശനം ലഭിച്ചു. തൻ്റെ കുറവുകളെ ദൈവദർശനത്തിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞ യെശയ്യാവ് തൻ്റെ കുറവുകളെ എങ്ങനെ തിരുത്തണമെന്ന് തിരിച്ചറിഞ്ഞു. അതിലൂടെ ഇസ്രായേലിൻ്റെ മുഴുവൻ ശ്രേഷ്ഠ പ്രവാചകനായി തീർന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വെളിപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ദൈവസന്നിധി ദൗത്യ ദർശനം ലഭിക്കുന്ന ഇടമാണ്. ദൈവസന്നിധി ദൗത്യ ദർശനം ലഭിക്കുന്ന ഇടമാണ് എന്നുള്ളതാണ്. മക്കള് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒരു കുഞ്ഞിനെ പോലും ലഭിക്കാത്ത മാതാപിതാക്കളുടെ വിഷമവും അവരുടെ വേദനയും, ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി അവർ ചികിത്സ നടത്തുന്ന പണവും സമയവും ഒക്കെ കാണുമ്പോഴാണ് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന നമുക്ക് പലപ്പോഴും തിരിച്ചറിയുകയുള്ളൂ. മാമോദീസ നൽകിയ ഒരു കുഞ്ഞിനെ അവൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നൽകുന്ന ദാനത്തെ ദൈവം സഭ അവരെ വളർത്തുവാനായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്, ആത്മീയമായി അവരെ വളർത്തുവാൻ. എന്നാൽ പലപ്പോഴും ആ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പോലും താല്പര്യങ്ങളെ പരിഗണിക്കാതെ മാതാപിതാക്കളുടെ ഇഷ്ടവും താല്പര്യങ്ങളും അവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാനാണ് ഇന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൻ എഞ്ചിനീയർ ആവണം, എൻ്റെ മകൻ ഡോക്ടർ ആകണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ സമൂഹത്തിൽ വളരണം എന്നുള്ളതാണ് പലപ്പോഴും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ദർശനം. അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ചില തീരുമാനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ സഭയുടെ വിശ്വാസത്തിൽ അവനെ വളർത്തുവാനും ആത്മീയമായി അവനെ വളരുവാനും മാതാപിതാക്കൾ, ആ കുടുംബാംഗങ്ങളും എത്രമാത്രം അവൻ്റെ വ്യക്തി ജീവിതത്തിന് താല്പര്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവസന്നിധി ദൗത്യ ദർശനം ലഭിക്കുന്ന ഇടമാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് യഥാർത്ഥ ദർശനം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ അവനെ തുടർന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. ദൈവമേ, നീ തന്നിരിക്കുന്ന ഈ കുഞ്ഞിനെ തുടർന്ന് എന്ത് പഠിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ പല ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ തീരുമാനത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം? നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ധനമാണ്. ഒരു വാക്ക് ദൈവത്തോട് ചോദിച്ച് ഒരു ദിവസമെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്കായിട്ട് കാത്തിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സമയത്തിനും നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ 8ാം വാക്യത്തില്, 6ാം അധ്യായം 8ാം വാക്യത്തില് ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അനന്തരം ഞാൻ ആരെ അയക്കണം? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ, യെശയ്യാവ് എന്ന് പറയുന്ന യുവാവ് ദൈവസന്നിധിയിൽ എത്തിയത് ഒരു കാര്യം ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ഊസിയ രാജാവിൻ്റെ മരണം ഞങ്ങളേറെ ദുഃഖിപ്പിച്ചിരിക്കുന്നു.
ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ ഇത്രയധികം ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി? ഒരു ചോദ്യം ചോദിക്കാൻ ചെന്ന യെശയ്യാ പ്രവാചകന് ലഭിക്കുന്ന ദർശനങ്ങളാണ്. ദൈവം മാത്രമേ നിത്യരാജാവുള്ളൂ. ഒരു മനുഷ്യന് ജീവിക്കാവുന്ന ആയുസ് എന്ന് പറയുന്നത് ഏറിയാൽ 70, 80, 90 വയസ്സൊക്കെ മാത്രമേ ഉള്ളൂ. ദൈവമാണ് നിത്യരാജാവ്. ദൈവമാണ് ഊസിയ രാജാവിനെ നിങ്ങളുടെ യഹൂദിയയ്ക്ക് നൽകിയത്. യഥാർത്ഥ രാജാവ് യഹോവയായ ദൈവമാണ്. എത്ര വലിയ ബോധ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ദൈവദർശനത്തിലൂടെ തിരിച്ചറിഞ്ഞത് തൻ്റെ തന്നെ കുറവുകളെയും ബലഹീനതകളെയും മനുഷ്യൻ എന്നുള്ള നിലയിൽ തൻ്റെ പരിമിതികളെയും സ്വയം ദൈവസന്നിധിയിൽ തിരിച്ചറിയുകയാണ്. നമുക്ക് അനവധി പരിമിതികളും കുറവുകളും പോരായ്മകളും സമൂഹത്തിൻ്റെ മുന്നിലും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും ഉണ്ടെങ്കിലും എല്ലാം തികഞ്ഞവനായ ദൈവം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ, ദൈവത്തോടൊപ്പം നമ്മൾ കൂടിച്ചേരുമ്പോൾ നമ്മുടെ കുറവുകളും ബലഹീനതകളും ഇല്ലാതാവുകയാണ്. സ്വയം ജീവിതത്തിൻ്റെ പരിമിതികളെയും അശുദ്ധിയെയും കുറവുകളെയും തിരിച്ചറിഞ്ഞ യെശയ്യാ പ്രവാചകന് ദൈവം തന്നെ തൻ്റെ ശക്തിയും ധൈര്യവും കഴിവും യെശയ്യാവിന് നൽകുകയാണ്. കൂടുതൽ വിശ്വാസമുള്ളവനായി അവൻ തീരുകയാണ്. ദൈവത്തിൽ കൂടുതൽ ആശ്രയബോധത്തോടെ ജീവിക്കുവാൻ അവൻ പ്രാപ്തനാവുകയാണ്. മൂന്നാമതായിട്ട് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കേൾക്കുന്ന ഒരു ശബ്ദമാണ് സ്വർഗത്തിൽ. ഞാൻ ആരെ അയക്കുകയാണ്? ഇവിടെ നമ്മൾ ഈ വായിച്ച വാക്യത്തില് ദൈവം യെശയ്യാവിനെ നീ ഇന്നത് ചെയ്ത് ഇന്ന പോലെ ജീവിക്കണം എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യെശയ്യാവ് സ്വയം അതിനോട് പ്രതികരിക്കുകയാണ്. നിയോഗിച്ച് അയക്കുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിലാക്കി പ്രതികരിക്കുന്ന യെശയ്യാവിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള മനോഭാവവും ദൈവബന്ധത്തിൽ നമ്മൾ വളരേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ മനസ്സിനറിഞ്ഞ് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ താല്പര്യവും മനോഭാവവും അറിയണമെങ്കിൽ അവനോട് അടുത്ത ബന്ധം പുലർത്തണം. We must be within the calling distance എന്നാണ് പറയുന്നത്. പത്രോസെ വലത് ഭാഗത്ത് വലയെറിയുവാനാണ് കർത്താവ് പത്രോസിനോട് പറയുന്നത്. വലിയ ഒരു കൂട്ടം മത്സ്യത്തെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നീ ഇന്ന് പർദീസയിലിരിക്കും എന്ന് തൻ്റെ ഒരു വശത്ത് ക്രൂശിൽ തറച്ച കള്ളനോട് കർത്താവ് പറയുമ്പോൾ കഷ്ടതയിൽ ദുഃഖത്തിലും ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ദുഃഖത്തിലും വേദനയിലും ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവവിചാരത്തിലാകുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ദൈവ സമാധാനം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ ഈ ദർശനത്തിൽ എൻ്റെ ഇന്നത്തെ ധ്യാന പ്രസംഗം അവസാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇന്ന് നമുക്കൊരു അറിവ് ലഭിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു അധ്യാപകന്റെയോ ഒരു ഗുരുവിൻ്റെയോ ആവശ്യമുണ്ട് എന്നുള്ള തോന്നൽ പോലും പല കുട്ടികൾക്കും കുറവാണ്. കാരണം എനിക്ക് പഠിക്കുവാൻ കഴിയുന്ന ഗൈഡുകൾ, എന്നെ പഠിപ്പിക്കുവാൻ സഹായിക്കുന്ന ട്യൂഷൻ സെന്ററുകൾ, എനിക്ക് ആവശ്യമായിട്ട് എൻ്റെ അറിവുകളെയും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള മാതാപിതാക്കളായിരിക്കും. എന്നെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആധുനിക തലമുറ വളർന്നു വരുന്നത്. ഇവിടെ ദൈവത്തിൽ എന്തിനും വിശ്വസിക്കുന്നു, ദൈവത്തിൽ എന്തിനാണ് ആശ്രയിക്കുന്നത്. കോളേജുകളിലും സ്കൂളുകളിലും
സാമൂഹ്യ ഓർഗനൈസേഷൻസുകളെല്ലാം നടത്തപ്പെടുന്നത് മനുഷ്യന് അവരുടെ ജീവിതത്തിൽ വിജയം നേടാനുള്ള എല്ലാ കഴിവുകളും ബുദ്ധിയും അവരിൽ തന്നെയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നേടാനും പഠിക്കുവാനും സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ദൈവത്തെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക്, ആധുനിക തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിന്റെ മാതൃകകളിലൂടെ മാത്രമേ സാധിക്കൂ. ദൈവത്തെ വിശ്വസിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. കഷ്ടതകളിലും വേദനകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ ഉപദേശിച്ചാൽ നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മാതൃകയിലേക്ക് നമുക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കും. മക്കളെ മദ്യപിക്കരുതെന്ന്, പുകവലിക്കരുതെന്ന് ഉപദേശിക്കുന്ന മാതാപിതാക്കള് വ്യക്തി ജീവിതത്തിൽ അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നടന്നുകൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മാതൃക ജീവിതത്തിൽ നിന്ന് മാത്രമേ വാല്യൂസിനുള്ള തലമുറകൾ വളർന്നു വരുവാനായിട്ട് സാധിക്കും. കന്യമറിയാമിനെ പോലെ, ജോസഫിനെ പോലെ, സ്നാപകയോഹന്നാനെ പോലെ ഉള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ആത്മീയ പുരോഗതികൾ ആവശ്യപ്പെടുന്നതാണ്. ഒരു യുവാവായ യെശയ്യാവിനെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ അവന്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ച വിശ്വാസത്തിലാണ്. അവന് ദുഃഖം വന്നപ്പോൾ ദൈവത്തെ ആശ്രയിച്ചു. ദൈവം അവന് മറുപടി നൽകി. ദൈവം അവനെ ശക്തീകരിച്ചു. ദൈവം എല്ലാ കഴിവുകളും അവന് കൊടുത്തു. സ്വന്തം നേട്ടങ്ങൾക്കോ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതുമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ മുഴുവനായും രക്ഷകനായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പഴയ നിയമം പരിശോധിക്കുമ്പോൾ യെശയ്യാവിനെ പോലെ ഇത്ര മഹത്വകരമായിട്ടുള്ള ഒരു പ്രവാചകനെ കാണുകയും എന്നും ആ പുസ്തകം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തതുപോലും എന്നും വിശ്വാസികളായ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രചോദനവും ആത്മീയ പുരോഗതിയിലേക്ക് സഹായിക്കുന്നതാണ്. യെശയ്യാവിനെ കുറിച്ച് ഈ ദർശനം വെറും ഒരു പഴയ കഥയായി നമ്മൾ കാണാതെ എന്നും സത്യദൈവത്തെ വിശ്വസിക്കുന്നവരായ നമ്മൾക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോടെ കടന്നു താഴ്മയായി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിനോട് തന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കും. എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിച്ചേ പറ്റൂ എന്നുള്ള ഒരു തീവ്രതയോടെ സമീപിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ പഠിച്ചു. ഒരു നിമിഷം നമ്മുടെ തലങ്ങളെ കുനിഞ്ഞം പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ കേട്ടതായിട്ടുള്ള വചനങ്ങളെല്ലാം ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ, കുറവുകളെ നിങ്ങൾക്ക് കാണിച്ചു തരണമേ. യെശയ്യാവിനെ പോലെ ഈ ലോകത്ത് സഭയ്ക്ക് മാതൃകയായി വളരത്തക്ക ദൈവമേ ഇനിയുള്ള ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങളെ സഹായിക്കും. ഈ ലോകത്ത് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളായി വളരത്തക്ക നീ ഞങ്ങളെ പരിശീലിപ്പിക്കാൻ, ഞങ്ങളുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ഹൃദയവേദനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. യഥാർത്ഥമായിട്ടുള്ള സമാധാനവും സത്യമായിട്ടുള്ള അറിവും നിന്നിൽ നിന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും രോഗികളായിരിക്കും പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നതായ മക്കളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളോട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ചികിത്സയിലുമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ, കുടുംബാംഗങ്ങളെ അവസരത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേലെ ഉണ്ടായിരിക്കുമാറാകണമേ. ഈ ഒരു അവസരത്തിനായിട്ട് ധ്യാനത്തിന് അവസരം ലഭിച്ച
സെമിനാരിയിലെ ഉന്നയർവാശവും വേദികളോടും നന്ദി അറിയിക്കുന്നു. ഇവിടെ ധ്യാനത്തിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഓരോരുത്തരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ വലിയ ശുശ്രൂഷ